എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നാച്ചുറലായി ഡോപ്പമിൻ നമ്മുടെ ശരീരം റിലീസ് ചെയ്യുവാൻ എന്തൊക്കെ ചെയ്യണം, അൺനാച്ചുറലായി ഡോപ്പമിൻ റിലീസ് ചെയ്യുവാൻ എന്തൊക്കെ ചെയ്യരുത് എന്നുള്ളതാണ് ഈ വീഡിയോയുടെ പ്രധാനപ്പെട്ട വിഷയം. നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നാച്ചുറലായി നമ്മുടെ ശരീരം ഡോപ്പമൈൻ റിലീസ് ചെയ്യുന്നത് ആരോഗ്യകരമാണ്. അത് എങ്ങനെയെല്ലാമാണ് എന്ന് ആദ്യമേ നോക്കാം. പുസ്തകം വായിക്കുന്നത് ഡോപ്പമൈൻ നാച്ചുറലായി നമ്മുടെ ശരീരം റിലീസ് ചെയ്യാൻ സഹായിക്കുന്നു. സൂര്യപ്രകാശം അതിന് സഹായിക്കുന്നു. എല്ലാ ദിവസവും ചുരുങ്ങിയത് 45 മിനിറ്റ് നേരം വ്യായാമം ചെയ്യുന്നത് ഡോപ്പമൈൻ റിലീസ് ചെയ്യുവാൻ നാച്ചുറലായി സഹായിക്കുന്നു. എല്ലാ ദിവസവും മെഡിറ്റേഷൻ ചെയ്യുന്നത് വഴി നമ്മുടെ ശരീരത്തിൽ നാച്ചുറൽ ഡോപ്പമൈൻ റിലീസ് ചെയ്യപ്പെടുന്നു. അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിലേക്ക് നിങ്ങൾ സ്വയം ഇറങ്ങിച്ചെല്ലുന്നത് നാച്ചുറലായി നമ്മുടെ ശരീരം ഡോപ്പമൈൻ ഉൽപ്പാദിപ്പിക്കുവാൻ സഹായിക്കുന്നു. തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നതും ഡോപ്പമൈൻ റിലീസ് ചെയ്യുന്നു. നിങ്ങൾ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കി അതിനെ ഫോളോ ചെയ്യുക വഴി നിങ്ങളുടെ ശരീരം ഡോപ്പമൈൻ ഉൽപ്പാദിപ്പിക്കുന്നു. സ്വയം നിങ്ങളെ അഭിനന്ദിക്കുക വഴി നിങ്ങളുടെ ശരീരം കൂടുതൽ ഡോപ്പമൈൻ ഉൽപ്പാദിപ്പിക്കുന്നു. നേച്ചറിൽ നമ്മുടെ ചുറ്റുപാടും ഉള്ള പ്രകൃതി രമണീയമായ സ്ഥലങ്ങളിൽ ഇരുന്ന് റിലാക്സ് ചെയ്യുന്നത് നിങ്ങളുടെ ശരീരം ഡോപ്പമൈൻ ഉൽപ്പാദിപ്പിക്കുവാൻ സഹായിക്കുന്നു. പാട്ട് കേൾക്കുന്നത് ഡോപ്പമൈൻ ഉൽപ്പാദിപ്പിക്കുവാൻ സഹായിക്കുന്നു. ഈ പറഞ്ഞ 10 പോയിന്റുകളാണ് നാച്ചുറലായി നിങ്ങളുടെ ശരീരം ഡോപ്പമൈൻ ഉൽപ്പാദിപ്പിക്കുവാൻ സഹായിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ചെയ്യുക വഴി ഡോപ്പമൈൻ കൂടുതൽ നല്ല രീതിയിൽ നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തിനെയും സ്വാധീനിക്കുന്നു. മാനസിക വളർച്ച ഉറപ്പാകുന്നു. എന്നാൽ നമ്മൾ ചെയ്യരുതാത്ത അൺനാച്ചുറലായി ഡോപ്പമൈൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഡോപ്പമൈൻ ഉൽപ്പാദിപ്പിക്കുന്നത് വഴി നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ദോഷം മാത്രം ഉണ്ടാക്കുന്ന ചില സാഹചര്യങ്ങളും കൂടി ഞാൻ പറയാം. ഈ സാഹചര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക. തുടർച്ചയായി TV കണ്ടുകൊണ്ടിരിക്കുന്നത് ഒഴിവാക്കുക. പോൺ വീഡിയോസ്, ലൈംഗികപരമായിട്ടുള്ള വീഡിയോസ് കാണുന്നത് ഒഴിവാക്കുക. മയക്കുമരുന്നുകളും ആൽക്കഹോളും ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. തുടർച്ചയായി ഷോപ്പിംഗ് ചെയ്യുന്നതും തുടർച്ചയായി ജങ്ക് ഫുഡ്സ് കഴിക്കുന്നതും ഒഴിവാക്കുക. വീഡിയോ ഗെയിംസ് കളിക്കുന്നതും സോഷ്യൽ മീഡിയ തുടർച്ചയായി ഉപയോഗിക്കുന്നതും നിർബന്ധമായും ഒഴിവാക്കുക. കാപ്പി, കഫൈനും നിക്കോട്ടിനും പരമാവധി ഒഴിവാക്കുക. ഇവയെല്ലാമാണ് സാധാരണഗതിയിൽ നമുക്ക് അഡിക്റ്റീവായി മാറുന്നത്. ഈ അഡിക്ഷൻ ഉണ്ടാവുന്നത് തന്നെ നമ്മുടെ ശരീരത്തിലെ ഡോപ്പമൈൻ്റെ അളവ് അൺനാച്ചുറലായി വർദ്ധിക്കുന്നത് കൊണ്ടാണ്, ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കൊണ്ടാണ് ഇത് അഡിക്റ്റീവായി മാറുന്നത്. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ ചെയ്യാതിരിക്കുന്നതും അത്യാവശ്യമാണ്. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. ബെൽ ബട്ടൺ അമർത്തുവാൻ മറക്കരുത്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാം. മാനസിക സമ്മർദ്ദം, ആങ്സൈറ്റി, പാനിക് അറ്റാക്ക്, ഡിപ്രഷൻ, OCD എന്നിവയെ CBTയുടെ സ്വയം സഹായ പദ്ധതികൾ ഉപയോഗിച്ച് എങ്ങനെ നിങ്ങൾക്ക് തന്നെ മാറ്റിയെടുക്കാം എന്നുള്ളതിൽ ഞാൻ ഒരു പുസ്തകം ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് വാങ്ങിക്കാം. ഈ വീഡിയോ കണ്ടത് നിങ്ങളെല്ലാവർക്കും നന്ദി. നമസ്കാരം.